രണ്ടാമത്തെ വനിതാ മന്ത്രിയായി ശ്രീമതി കെ.എ. തുളസി മന്ത്രിസഭയിൽ വരുന്നു. വകുപ്പ് ഏതായാലും ഒരു വനിതാ പ്രാതിനിധ്യത്തിലെ കരുത്തായ മന്ത്രിസഭയിലെ വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഒരു കരുത്തുറ്റ മന്ത്രിയായി, വനിതാ ശബ്ദമായി ബിന്ദു കൃഷ്ണയോടൊപ്പം തന്നെ ഉണ്ടാകും. തീർച്ചയായും. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി ഇത്തരം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. മറ്റത് കോങ്ങാട് നിയോജക മണ്ഡലം മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കേരളം മൊത്തം പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് പാർട്ടി തന്നിരിക്കുന്നത്. അത് വലിയ ആത്മാർത്ഥമായിട്ട് നിറവേറ്റും. അങ്ങയുടെ പേര് MLA സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നപ്പോഴും ഒരുപക്ഷെ അങ്ങ് എത്രത്തോളം ഒന്ന് പ്രതീക്ഷിച്ച് കാണുമെന്ന് അറിയില്ല. അപ്പോൾ MLA ആകുന്നതും അങ്ങ് ആദ്യമായാണ് നിയമസഭയിൽ വരുന്നത്. ആ ആദ്യ കന്നി പ്രവേശനത്തിൽ തന്നെ മന്ത്രിയാകുന്നു. ഇത് സുപ്രധാനമായ ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. 3 മന്ത്രിമാർ ഇപ്രാവശ്യം ആദ്യമായിട്ട് MLA ആയവരാണ് മന്ത്രിമാരായിരിക്കുന്നത്. ഞാനും ബിന്ദു ചേച്ചിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജനീഷും. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ടിയാണല്ലോ, പല ഘടകങ്ങളും പരിശോധിച്ചിട്ടാണല്ലോ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. യോഗ്യരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ നമുക്കും ഒരു പ്രാധാന്യം തന്നുകൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ തന്ന അവസരത്തെ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങ് ഈ സ്ഥാനാർത്ഥിയെ പ്രചാരണ സമയത്ത് പോലും ഒരു കൗതുകമായിരുന്നു. കാരണം ഒരു MP വീട്ടിൽ നിന്ന് തന്നെ ഒരു ജനപ്രതിനിധിയായി വരുമോ പ്രചാരണ സമയത്ത്? അതിനുശേഷം അങ്ങ് ജയിച്ച് MLA ആയപ്പോഴും അപ്പോഴും പറഞ്ഞ ആ ഒരു വീട്ടിൽ ഒരു MP-യും MLA-യും എന്ന രീതിയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയൊരു ഫാമിലിയാണ്. ഇപ്പം മന്ത്രിയായപ്പോൾ കുറച്ച് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടി. തീർച്ചയായിട്ടും. കാരണം ഞാൻ വിവാഹത്തിന് മുൻപ് തന്നെ പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പിലാണെങ്കിലും നേരത്തെ വിവാഹത്തിന് മുമ്പ് തന്നെ അസംബ്ലിയിൽ മത്സരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹം. സ്വാഭാവികമാണല്ലോ, കാരണം അതൊരു അപൂർവമായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പബ്ലിസിറ്റി നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കിട്ടി. ഈ പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ്, കോങ്ങാട് മണ്ഡലമാണ്. അപ്പോൾ ഈ പാലക്കാട് നിന്നുള്ളൊരു മന്ത്രി എന്ന നിലയിൽ ജില്ലയ്ക്ക് എങ്ങനെയാണ് കൂടുതൽ പരിഗണന? അത് സ്റ്റേറ്റിൻ്റെ മന്ത്രിയാണ്, പക്ഷേ എന്തായാലും സ്വന്തം ജില്ലയ്ക്ക് ഒരു കൂടുതൽ പരിഗണന ഉണ്ടാകുമല്ലോ, ഒരു കണ്ണ് എപ്പോഴും അങ്ങോട്ട് കണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. ഞങ്ങളുടെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ജില്ലയാണ്. കൃഷിക്കാരും കർഷക തൊഴിലാളികളും സാധാരണക്കാരുടെ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. നെൽകർഷകരുൾപ്പെടെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ നിരന്തരമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നിരന്തരമായിട്ടുള്ള സമരങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടി വരും. കാരണം അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. നമ്മൾ മറ്റൊരു സർക്കാരിനെ, മുന്നേ ഉണ്ടായിരുന്ന സർക്കാരിനെ നമ്മൾ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അധികാരത്തിലേറുമ്പം ആ വിമർശനത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളതിനെ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കും. UDFിൻ്റെ സർക്കാർ ജനപക്ഷത്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ UDFിൻ്റെ നേതാക്കളും ജനങ്ങളോട് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അത് പാലിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കണമല്ലോ. അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. ഏത് വകുപ്പാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷകളല്ല. അത് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതിനുശേഷം നമുക്ക് പറയാനായിട്ട് പറ്റൂ. ഇന്ന വകുപ്പൊന്നുമില്ല, ഏത് കിട്ടിയാലും പാർട്ടി ഏത് ദൗത്യമാണോ തരുന്നത് അത് ഏറ്റെടുത്തിട്ട് അതിനെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജനക്ഷേമ സർക്കാർ എന്നതിൻ്റെ ഒരു സൂചനയാണ് ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധമായ ആശംസകളും. താങ്ക് യു.